ഇന്ന് ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിശേഷിപ്പിച്ചത് മോദി ട്രംപ് കൂടിക്കാഴ്ച ആകാതിരുന്നാൽ മതി എന്നായിരുന്നു. അതൊക്കെ പരിഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ്. കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ സംസാരിക്കേണ്ട ആളുകൾ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പാർലമെൻറ്റിൽ പറയാൻ ശ്രമിക്കുക ചെയ്യേണ്ടത്. അതിനാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ആ ജോലി മാത്രം ചെയ്യുന്നില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ സീനിയോറിറ്റി ഉണ്ടായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല എന്ന് താങ്കളുടെ പേര് ചില ചർച്ചകളൊക്കെ കാണുന്നു. അത് നിങ്ങളെല്ലാം കൂടി ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ചയല്ലേ? അതെ, അതിൽ പാർട്ടിക്ക് അതിൻ്റേതായ രീതിയുണ്ട്. സീനിയോറിറ്റി മാത്രമല്ല മാനദണ്ഡം എന്നത്. മാത്രമല്ല, എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള എത്ര ആളുള്ളപ്പോഴല്ലേ ഞാൻ മന്ത്രിയാവുന്നത്. അങ്ങനെയല്ലേ? അല്ല, ബാലൻ പറഞ്ഞത് ശരി, അതിൽ അധികം താല്പര്യം കാണിക്കണ്ട. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. അതുപോലെ തന്നെ വേറൊരു ചോദ്യം, താങ്കളുടെ കീഴിലുള്ള കെ സ്മാർട്ട് സേവനങ്ങൾക്ക് കഴിഞ്ഞ ഈ ഏപ്രിൽ 1 മുതൽ കൂട്ടിയിരിക്കുകയാണ് 5 രൂപ 15 രൂപ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു സംഭവം. ഇതെന്താണ് കാരണം? അതായത് ഡിജിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കെ സ്മാർട്ടിൽ നിന്ന് മറ്റേ സോഫ്റ്റ്വെയറിൻ്റെ ചിലവ്, സ്റ്റോറേജിൻ്റെ ചിലവ്, ഇത് മെയിൻ്റനൻസിൻ്റെ ചിലവ്, ഇതെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരം ചിലവുകൾക്ക് ആവശ്യമായ മിനിമം 5 രൂപ ഒരു ഫീസ് ഏർപ്പെടുത്തി എന്നത് എങ്ങനെയാണ് കേരളത്തിൽ വാർത്തയാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് 5 രൂപ ഫീസ് ഏർപ്പെടുത്തുന്നത് അതിലെന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമൊക്കെ ആയിരുന്നില്ല. 5 രൂപയും 10 രൂപയാണല്ലോ ഫീസ് ആയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് പിൻവലിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം ആരും ഉന്നയിച്ചിട്ടില്ല. പിൻവലിക്കണമെന്നൊരു ആവശ്യമേ ആർക്കുമില്ല. അത്തരം പരിഹാസ്യമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും കേരളത്തിൽ ഉയർന്നു വരുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഇത് 5 രൂപ ഫീസ് പാടില്ല എന്നതുപോലുള്ള പരിഹാസ്യമായ ആവശ്യങ്ങളൊന്നും കേരളത്തിൽ ഉയർന്നു വരുന്ന ഞാൻ വിചാരിക്കുന്നില്ല. കേന്ദ്രം നൽകാത്തൊരു കാശിൻ അന്വേഷിച്ചാണല്ലോ ഞാനിവിടെ വന്നത്. 687 കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രം കിട്ടാനുണ്ട്. അത് തേടിയാണ് ഞാനിവിടെ വന്നത്. അതുപോലെ ആശാ വർക്കറുടെ കോ ബ്രാൻഡിങ്ങിൽ ഇഷ്യൂ നിൽക്കുകയാണ്. അതേപോലെ പിന്നെയും ഈ കാര്യത്തിൽ കോ ബ്രാൻഡിങ്ങിലെ ഇഷ്യൂ വെക്കാം. ഇതിൻ്റെ ഒരു തലത്തിൽ എവിടെയെങ്കിലും ഒന്ന് എത്തണ്ടേ? തീർച്ചയായിട്ടും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ കത്തെഴുതിയിട്ടുള്ളത്. ഇപ്പോൾ കോ ബ്രാൻഡിങ് ഒരു വ്യക്തിഗത ഗുണഭോക്താവിൻ്റെ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് അവരുടെ അന്തസ്സിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. ശരി.